ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെ പോലെ തന്നെ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ എന്ന് പറയുന്നത് കുറച്ച് കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിലെ വിശേഷങ്ങൾ ഒന്നും തന്നെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്കും ലഞ്ചിലേക്കും ഡിന്നറിലേക്കും അതുപോലെ തന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങളും ഒക്കെ ഡയറക്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ റെഡിയാക്കിയിരുന്നത് മുട്ടക്കറിയാണ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മുട്ടക്കറിയും അതുപോലെ തന്നെ പൂരിയും പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും നല്ല സ്ട്രോങ് ആയിട്ട് ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ട് നല്ല ഏലക്കയുടെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് ചൂട് ചായ. അപ്പോൾ ചായ എന്ന് പറയുന്നത് നമുക്ക് നല്ല ചായ തന്നെ ഉണ്ടായിരിക്കണം. കാര്യം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചായ കുടിക്കുമ്പോൾ തന്നെ ആ ഒരു ദിവസം തന്നെ ഒരു പ്രത്യേക ഒരു എനർജി, ഒരു ഉന്മേഷമാണ്. അപ്പോൾ രാവിലത്തെ ഒരു അടിപൊളി ഒരു ചായ എന്ന് പറയുന്നത് എന്നും നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിളമ്പുകയാണ്. ഒരു 3 പൂരി എടുത്തു. 3 പൂരിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഗ്രേവി കൂട്ടിയിട്ടുള്ള മുട്ടക്കറിയാണ്. പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ കൂടുതൽ ഇട്ടിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറി. പിന്നെ തേങ്ങ ഒന്നും ഒട്ടുമേ ചേർത്തിട്ടില്ല. കുറച്ച് സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൂരിയും മുട്ടക്കറിയും വളരെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ല ചൂട് മുട്ടക്കറിയും പൊരിച്ച ഉടനെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന പൂരിയും അതുപോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ഫ്രൂട്ടായിട്ട് കഴിച്ചിരുന്നത് മാംഗോ ആണ്. കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുള്ള അപ്പോൾ മാംഗോ ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ലഞ്ചിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. കിച്ചണിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലഞ്ചിൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എന്തൊക്കെ വിഭവങ്ങളാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഉച്ചയ്ക്കെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞൻ മത്തി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ പേസ്റ്റ് അരച്ച് ചേർത്തിട്ട് സ്പൈസസ് മുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് നന്നായിട്ട് മുറുക്കി പൊരിച്ച നമ്മുടെ നാടൻ കുഞ്ഞൻ മത്തി. പിന്നെ ഇതെന്ന് പറയുന്നത് വഴുതനങ്ങ മുറുക്കി പൊരിച്ചത് നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ തോരൻ എന്ന് പറയുന്നത് വൻപയർ തോരൻ. വൻപയർ നമ്മൾ വേവിച്ചിട്ട് തേങ്ങയൊക്കെ ഒതുക്കി ചേർത്തിട്ടുള്ള വൻപയർ തോരൻ. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഫിഷ് കറി നമ്മളിന്ന് വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വഴുതനങ്ങയും അതുപോലെ തന്നെ വൻപയർ തോരനും ഫിഷ് ഫ്രൈയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മീൻ കറി ചോറിലേക്ക് ഒഴിക്കുന്നില്ല. കാരണം എനിക്കിന്നിതുപോലെ ഡ്രൈ ആയിട്ട് ചോറ് കഴിക്കാനായിട്ട് ഒരാഗ്രഹം. എനിക്ക് വഴുതനങ്ങ നല്ല ഡീപ്പായിട്ടൊക്കെ ഫ്രൈ ചെയ്യുന്ന ദിവസങ്ങളിൽ അതുപോലെ തന്നെ വൻപയർ തോരനൊക്കെ ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ഒഴിച്ചുകറി വലിയ നിർബന്ധമില്ല. എങ്കിലും നമ്മൾ കുറച്ച് ഫിഷ് വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെക്കുന്നത് മീൻ തലക്കറിയാണ്. അപ്പോൾ മീനിൻ്റെ പീസസ് കുറച്ചിട്ട് മീനിൻ്റെ തല കൂടുതൽ ചേർത്തിട്ടുള്ള മീൻ തലക്കറിയാണ്. നമ്മുടെ വിളമീനുണ്ടല്ലോ, അപ്പോൾ വിളമീൻ്റെ തലക്കറിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അത്ര വലിയ ഫിഷ് കറിയുടെ ലവർ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മീൻ കറി ആവുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചോറ് റെഡിയാകുകയാണ്, വിളമ്പുകയാണ് പ്ലേറ്റിലേക്ക്. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ചോറെടുത്തു. പിന്നെ വൻപയർ തോരൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. എനിക്ക് വളരെ ഫേവറേറ്റാണ്, വളരെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തോരനാണ് വൻപയർ തോരൻ. അതുകൊണ്ട് തന്നെ ഞാൻ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഹെൽത്ത് വൈസും വളരെ നല്ലതാണല്ലോ പയർ തോരൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ മത്തി ഡീപ്പ് ഫ്രൈ ചെയ്തത്, കുറച്ച് മത്തി പൊരിച്ചത് എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൻ മത്തി പൊരിച്ചതാണ്, അതും കുറച്ച് എണ്ണം കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ ചോറിലേക്ക് ഞാൻ എടുക്കുന്നത് വഴുതനങ്ങ പൊരിച്ചതാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി, നല്ല വെളിച്ചെണ്ണയിൽ എല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കോക്കനട്ട് ഓയിൽ തന്നെയാണ് നമ്മൾ ഭക്ഷണം ഇപ്പോൾ എല്ലാം പാകം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ വഴുതനങ്ങ പൊരിച്ചതും ഞാൻ എടുക്കുകയാണ്. വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു പപ്പടം ഫ്രൈ ചെയ്തതും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ആയിട്ട് നല്ല ചൂട് ചോറ്, കറികളൊക്കെ ഡ്രൈ ആയിട്ട് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. നമ്മുടെ കിച്ചണിലെ മീൻകറി റെഡിയാവുന്നുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെന്ന് നോക്കുന്നുണ്ട്. അതും ഒരു 10 മിനിറ്റ്സിൽ റെഡിയാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ചോറും വഴുതനങ്ങ പൊരിച്ചതും വൻപയർ തോരനും അതുപോലെ തന്നെ നാടൻ കുഞ്ഞൻമത്തി പൊരിച്ചതും പപ്പടം പൊരിച്ചതും ഇത്രയും ഞാൻ വെക്കുന്നുള്ളൂ. അച്ചാറ്, ചമ്മന്തിപ്പൊടി, അവക ഐറ്റംസ് ഒന്നും വേണ്ട. ഈ വൻപയർ തോരൻ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞൻമത്തി പൊരിച്ചതും ഭയങ്കര ടേസ്റ്റ്, വഴുതനങ്ങ അടിപൊളി. അപ്പോൾ നല്ല ആസ്വദിച്ച് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോംബോ തന്നെയാണ്. അപ്പോൾ ഞാൻ ആസ്വദിച്ച് എൻ്റെ ഇന്നത്തെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ മീൻകറി എന്ന് പറയുന്നത് വീട്ടിൽ
ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ട് കുഴച്ച് കഴിക്കുകയാണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികൾക്കും എന്തെങ്കിലും മധുരം അല്ലെങ്കിൽ സ്വീറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് എന്തെങ്കിലും മധുരം കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ വൈകുന്നേരത്തെ ചായ എന്ന് പറയുന്നത് ചായയും അതുപോലെ തന്നെ കുറച്ച് സ്നാക്കും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പം അതും ഈവനിങ്ങിലെ ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വളരെ ഒരു കുഞ്ഞ് ഡിന്നർ വിശേഷവും എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ രാവിലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, മുട്ടക്കറിയും അതുപോലെ തന്നെ പൂരിയും മുട്ടക്കറിയും വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇതാ ലഞ്ച് കഴിക്കുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ മധുരത്തിനായിട്ട് നമ്മളിതാ ചോക്ലേറ്റ്, ഇത് അടിപൊളി ചോക്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ ഹേസൽനട്ടൊക്കെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ക്യാരാമൽ ഫിൽഡ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ്. അപ്പോൾ അത് ഞാനും മക്കളും ഒക്കെ ഓരോന്നെടുത്ത് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോഴത്തേനും സ്പെഷ്യലായിട്ട് കണ്ടതുകൊണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ചോക്ലേറ്റാണ്. അതിനുശേഷം സാറ കുറേ നേരമായിട്ട് കുറച്ച് ഐസ്ക്രീം തരാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാനിതാ കുറച്ച് നമ്മുടെ ബട്ടർ സ്കോച്ച് ഫ്ലേവർ ഉണ്ടല്ലോ, എനിക്ക് ഐസ്ക്രീംസിൽ കുറച്ച് ഇഷ്ടമുള്ള ഒരു ഐസ്ക്രീമാണ് ഈ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം എന്ന് പറയുന്നത്. ആ പ്രലൈനും അതുപോലെ തന്നെ ആ ഒരു ഇടയ്ക്കത്തെ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കടിക്കാൻ കിട്ടുന്നു. പിന്നെ ആ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഫ്ലേവർ അതൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് 2 ചെറിയ ബൗളിൽ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം ഞാൻ വിളമ്പി അത് മക്കൾക്ക് കൊടുത്തു. ഞാൻ ഒരുപാടൊന്നും കഴിച്ചൊന്നുമില്ല, ഒരു ചെറിയ സ്പൂൺ ഐസ്ക്രീം കഴിച്ചിട്ട് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം വൈകുന്നേരമായി ഒരു 5:30, 6 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ചായ വെക്കുകയാണ്. ചായ രാവിലത്തെ സെയിം ചായ തന്നെ, നല്ല ഇലക്കാക്കിയിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ചായ. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ പോപ്കോൺ ഉണ്ടായിരുന്നു, അത് ചായക്ക് വേണ്ടിയിട്ട് ഫ്രൈ എടുക്കുകയാണ്. പിന്നെ അതിനുശേഷം കുറച്ച് ചക്ക വറുത്തതുണ്ടായിരുന്നു. നാട്ടിൽ നമ്മുടെ വീട്ടിൽ അമ്മമാർ പൊരിക്കുന്ന ചക്ക വറുത്തതിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല, ഇവിടെ നമ്മൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ ചായക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മൾ ചീസ് ക്രോയിസൻ്റ് ആണ്. മധുരമൊന്നുമില്ല, കുറച്ച് പ്ലെയിൻ ആയിട്ട് ചീസ് ഫ്ലേവർ ആയിട്ടുള്ള ക്രോയിസൻ്റ്. അങ്ങനെ ഓരോന്നോരോ നമ്മൾ ചായക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റംസ് ഇങ്ങനെ ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും ചിക്കൻ പോപ്കോൺ എന്ന് പറയുന്നത് കുറേ ദിവസമായി ചിക്കൻ നഗറ്റ്സ്, ചിക്കൻ പോപ്കോൺ ഒക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ പോപ്കോൺ കഴിക്കാൻ തോന്നി. അപ്പോൾ അത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്തിട്ട് അതും കൂടി ചായക്ക് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്വാണ്ടിറ്റി വൈസ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് റെഡിയായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഒന്ന് ഫ്രൈ ആയെങ്കിലാണല്ലോ, ഒന്ന് വെന്താലാണല്ലോ ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ ചായ സ്നാക്ക് പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ പോപ്കോൺ. ആവശ്യത്തിന് ഫ്രൈ ഒക്കെ ആക്കി പിന്നെ ആവശ്യത്തിന് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്തിട്ട് നമ്മളിതാണ് ചൂട് ചിക്കൻ പോപ്കോൺ ചായയുടെ കൂടെ കഴിക്കുകയാണ്. അപ്പം നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നത്തെ പോലെ തന്നെ എൻ്റെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്ക് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾക്ക് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2 മാസം വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതലെല്ലാം വീട്ടിൽ വാങ്ങിച്ച് കരുതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു ടൈപ്പ് കുക്കീസാണ്, സ്ട്രോബെറിയും അതുപോലെ തന്നെ പിസ്ത ഫ്ലേവറും ഒക്കെയുള്ള ടൈപ്പ് കുക്കീസ്. അതിനുശേഷം നമ്മുടെ രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത് രാവിലത്തെ പൂരി ഉണ്ടല്ലോ, അത് ഫ്രഷായിട്ട് രാത്രി കുറച്ചും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തു. അതിനുശേഷം രാവിലത്തെ സെയിം മുട്ടക്കറി ഉണ്ടല്ലോ, അത് തന്നെ ചേർത്തിട്ടാണ് നമ്മുടെ രാത്രിത്തെ ഡിന്നർ കഴിക്കൽ പരിപാടി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂട് പൂരിയും നല്ല ചൂട് മുട്ടക്കറിയും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ സെയിം ആയിരുന്നു. അപ്പോൾ താങ്ക് യു.